നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമാ ലോകം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് രാമായണ. നിതീഷ് തിവാരി, രൺബീർ കപൂർ കൂട്ടുകെട്ടിലെത്തുന്ന ബ്രഹ്മാണ്ഡ ചിത്രം. സായി പല്ലവിയാണ് ചിത്രത്തിൽ സീതയായി എത്തുന്നത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രം എന്ന വിശേഷണവുമായാണ് രാമായണ എത്തുന്നത്. ഇന്ന് പുലർച്ചെ ബ്രഹ്മമുഹൂർത്തം പുലർച്ചെ 4:15 ട്രെയിലർ റിലീസ് ചെയ്തത്. ഇതുവരെ കാണാത്ത ഗംഭീര ദൃശ്യവിസ്മയമാകും സിനിമാ പ്രേക്ഷകർക്ക് സമ്മാനിക്കുക എന്ന് ട്രെയിലർ ഉറപ്പു നൽകുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കഥയാണെങ്കിലും മേക്കിങ്ങിലും ക്വാളിറ്റിയിലും രാമായണ ട്രെയിലർ ഒന്നിനൊന്ന് മെച്ചമാണ്. രാമനായി എത്തുന്ന രൺബീറിനേക്കാളും കയ്യടി വാരിക്കൂട്ടുന്നത് രാവണനായി എത്തുന്ന യഷാണ്. യഷിന്റെ കരിയറിലെ ഏറ്റവും പീക്ക് ലെവൽ പെർഫോമൻസ് ആകും ചിത്രത്തിലേതെന്ന് ട്രെയിലർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ട്രെയിലറിൽ ഹനുമാനെ കാണിച്ചിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. നിതീഷ് തിവാരിയുടെ സംവിധാനത്തിലാണ് രാമായണ ഒരുങ്ങിയിരിക്കുന്നത്. രാമനായി രൺബീർ കപൂറും സീതയായി സായി പല്ലവിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. രാവണന്റെ വേഷത്തിൽ എത്തുന്നത് സൗത്ത് ഇന്ത്യൻ സൂപ്പർ താരം യഷാണ്. സണ്ണി ഡിയോൾ ഹനുമാന്റെ വേഷത്തിലും എത്തുന്നു. മലയാളത്തിന്റെ പ്രിയ നടി ശോഭന കൈകേകിയായി വേഷമിടുന്നു എന്ന പ്രത്യേകതയും കൂടിയുണ്ട്. ദൂരദർശനിലെ രാമായണത്തിൽ ശ്രീരാമനായി തിളങ്ങിയ അരുൺ ഗോവിൽ ഈ ചിത്രത്തിൽ ദശരഥ മഹാരാജാവായി തിരിച്ചെത്തുന്നുണ്ട്. ലക്ഷ്മണനായി രവി ദുബെയും ശൂർപ്പണകയായി രാകുൽ പ്രീത് സിംഗും വിശ്വാമിത്ര മഹർഷിയായി അജിങ്ക്യ ഡിയോയും ഇന്ദ്രനായി കുനാൽ കപൂറും വേഷമിടുന്നുണ്ട്. ചിത്രം ദീപാവലി റിലീസായി തിയേറ്ററിലെത്തും. ഓസ്കാർ ജേതാക്കളായ ഹാൻസ് സിമ്മറും AR റഹ്മാനും ചേർന്നാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് എന്നത് സിനിമയുടെ മറ്റൊരു പ്രധാന ആകർഷണമാണ്. അതേസമയം രാമായണയുടെ മ്യൂസിക് റൈറ്റ് റെക്കോർഡ് തുകയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നത്. T-Series ആണ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. 75 കോടി രൂപയുടെ അഡ്വാൻസ് കരാറാണ് നടന്നിരിക്കുന്നത് എന്നും ഇത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ മ്യൂസിക് റൈറ്റ്സ് ഇടപാടുകളിൽ ഒന്നാണെന്നും ട്രേഡ് അനലിസ്റ്റ് രമേഷ് ബാല റിപ്പോർട്ട് ചെയ്യുന്നു. നമിത് മൽഹോത്രയാണ് പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസും 8 തവണ ഓസ്കാർ പുരസ്കാരം നേടിയ പ്രമുഖ വിഷ്വൽ ഇഫക്ട്സ് സ്റ്റുഡിയോയായ DNEGയും യഷിന്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും സംയുക്തമായി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക ട്രെയിലർ മലയാളം, ഹിന്ദി, കന്നഡ, തെലുങ്ക്, തമിഴ് എന്നീ 5 ഭാഷകളിലാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. മനം മയക്കുന്ന ദൃശ്യവിസ്മയമായാണ് ട്രെയിലർ എത്തിയിരിക്കുന്നത്. സോണി പിക്ചേഴ്സ് ആണ് ചിത്രത്തിന്റെ അന്താരാഷ്ട്ര വിതരണം ഏറ്റെടുത്തിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. പണ്ട് ടെലിവിഷൻ രാമായണ പരമ്പരയിൽ ശ്രീരാമനായി എത്തി ജനഹൃദയങ്ങൾ കീഴടക്കിയ അരുൺ ഗോവിൽ ദശരഥ മഹാരാജാവായും തിരിച്ചെത്തുന്നു എന്നും ഒരു പ്രത്യേകതയാണ്. ദംഗൽ എന്ന ചിത്രത്തിലൂടെ ചൈന അടക്കമുള്ള ആഗോള വിപണികളിൽ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും അതേസമയം ഇന്ത്യൻ വൈകാരികതയിലും സംസ്കാരത്തിലും ആഴത്തിൽ വേരൂന്നിയ കഥപറച്ചിൽ രീതിയിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ സ്വീകരിച്ചതുമായ പ്രശസ്ത സംവിധായകൻ നിതീഷ് തിവാരിയെയും ഇന്ത്യൻ സിനിമയിലെ വിവിധ തലമുറകളിലെ പ്രതിഭകളെയും നമിത് മൽഹോത്രയുടെ രാമായണം ഒന്നിപ്പിക്കുകയാണ്. ഓസ്കാർ ജേതാവായ ശ്രീധർ രാഘവനാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. 3 ലോകങ്ങൾ അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ പ്രപഞ്ച സമതുലിതാവസ്ഥ വീണ്ടെടുക്കുവാനായി വിഷ്ണു ഭഗവാൻ അവതാരമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. മാനവ രാജകുമാരനായ രാമനായി വിഷ്ണു പുനർജനിക്കുന്നു. അഹങ്കാരത്താലും പ്രപഞ്ചത്തെ പോലും തകർക്കാൻ ശേഷിയുള്ള പ്രതികാരദാഹത്താലും നയിക്കപ്പെടുന്നവനും ത്രിമൂർത്തികളുടെ അനുഗ്രഹം ലഭിച്ചവനും അജയ്യനും അമരനുമായ രാവണൻ എന്ന അതിശക്തനും പണ്ഡിതനുമായ അസുര രാജാവാണ് രാമനെതിരായി നിൽക്കുന്നത്. വിധി വൈപരീത്യം രാമനെ വനവാസത്തിലേക്കും തുടർന്ന് രാവണനുമായി ഒടുങ്ങാത്ത പോരാട്ടത്തിലേക്കും നയിക്കുകയാണ്. ദേവന്മാരുടെയും മനുഷ്യരുടെയും വിധി നിർണ്ണയിക്കുന്ന വലിയൊരു ഏറ്റുമുട്ടലായി അത് മാറുന്നതാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിലൂടെ അവതരിപ്പിക്കുന്നത്. 8 തവണ അക്കാദമി അവാർഡ് നേടിയ VFX സ്റ്റുഡിയോയായ DNG ആണ് ചിത്രത്തിലെ ദൃശ്യവിസ്മയങ്ങൾക്ക് പിന്നിൽ. രാമായണം എന്നത് കേവലം ഒരു കഥ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇതിഹാസം അതിന്റെ എല്ലാ ഭൗതിക സൗന്ദര്യത്തോടും അന്തസ്സോടും കൂടെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് നിർമ്മാതാവ് നമിത് മൽഹോത്ര ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. 2 ഭാഗങ്ങളായി പുറത്തിറങ്ങുന്ന ഈ സിനിമാ പരമ്പരയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ചെലവേറിയതും വലിയതുമായ പ്രോജക്റ്റുകളിൽ ഒന്നാണ്. PRO ആതിര ദിൽജിത്താണ്. 2 ഭാഗങ്ങളും ചേർത്ത് ആകെ 3000 കോടിയോളം ബജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രവുമാണിത്. അത്രയും പ്രീ റിലീസ് ഹൈപ്പ് നേടിയിട്ടുള്ള ചിത്രമായതിനാൽ തന്നെ ഇതിന്റെ അപ്ഡേറ്റുകൾ ഒന്നിനു പിറകെ ഒന്നെന്ന നിലയിൽ എത്താറുണ്ട്. രാമായണ 2 ഭാഗങ്ങളും ചേർത്ത് 75 കോടിയാണ് മ്യൂസിക് റൈറ്റ്സ് ഇനത്തിൽ രാമായണ നിർമ്മാതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. T-Series ആണ് ഇത്ര വലിയ തുക മുടക്കി മ്യൂസിക് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഹിന്ദി സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണിത്.
ദുരന്തർ 2-ന്റെ റെക്കോർഡാണ് ഇതിലൂടെ രാമായണ തകർത്തിരിക്കുന്നത്. ദുരന്തർ ദി റിവെഞ്ച് മ്യൂസിക് റൈറ്റ്സിലൂടെ നേടിയത് 54 കോടിയായിരുന്നു. ടി സീരീസ് തന്നെയാണ് ഇതും നേടിയത്. ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സിനായി വലിയ മത്സരമാണ് നടന്നത്. ടി സീരീസും സോണി മ്യൂസിക്കും തമ്മിൽ വലിയ മത്സരമാണ് നടന്നത്. സോണി മ്യൂസിക് 70 കോടി വരെ മുടക്കാൻ തയ്യാറായിരുന്നുവെന്ന് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ 5 കോടി കൂടി മുടക്കി ടി സീരീസ് ഡീൽ ക്ലോസ് ചെയ്യുകയായിരുന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഹാൻസ് സിമ്മറും AR റഹ്മാനുമാണ് ചിത്രത്തിന് സംഗീതം പകരുന്നത്. ഇക്കാരണത്താൽ തന്നെ ചിത്രത്തിന്റെ സംഗീതത്തിനായും ആസ്വാദകർക്കിടയിൽ വലിയ കാത്തിരിപ്പുണ്ട്. ചിത്രത്തിന്റെ കഥാഗതിയിൽ സംഗീതത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കും. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.